السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن عطية رضي الله عنه عن أبي سعيد رضي الله عنه قال قال رسول الله صلى الله عليه وسلم: يقول الرب عز وجل: من شغله القرآن عن ذكري ومسألتي أعطيته أفضل ما أعطي سائلين. وفضل كلام الله على سائر الكلام كفضل الله على خلقه. സുനൻ തിർമിദി. മഹാനായ അത്തിയ റളിയല്ലാഹു അൻഹു അബൂ സഈദ് എന്നവരെ തൊട്ട് നിവേദനം ചെയ്യാണ്. മഹാനവർകൾ പറഞ്ഞു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യഖൂലു റബ്ബു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അത് ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താ പറയുന്നത്? മൻ ശഗലഹുൽ ഖുർആനു അൻ ദിക്രി വ മസ്അലതി. മൻ, ഒരാൾ, ശഗലഹുൽ ഖുർആനു, അവനെ ഖുർആൻ ജോലിയാക്കി കളഞ്ഞു, അൻ ദിക്രി, എന്നെ ദിക്ർ ചെയ്യുന്നതിനെ തൊട്ട്, എന്നെ സ്മരിക്കുന്നതിനെ തൊട്ട്, എനിക്ക് ദിക്ർ ചൊല്ലുന്നതിനെ തൊട്ട്, അതുപോലെ മസ്അലത്തി, എന്നോട് പ്രാർത്ഥിക്കുന്നതിനെ, ചോദിക്കുന്നതിനെ തൊട്ട് ഒരാളെ ഖുർആൻ ജോലിയാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിന് സമയമില്ല. അയാൾ എല്ലാ സമയത്തും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖുർആനിൽ ഇങ്ങനെ മുഴുകി ആ ഖുർആൻ പാരായണവുമായിട്ട് നിരതമായത് കൊണ്ട് അയാൾക്ക് ദിക്ർ ചൊല്ലാനും ദുആ ചെയ്യാനും പ്രത്യേക സമയമില്ല. അപ്പോൾ എന്നോടുള്ള ചോദ്യത്തെ തൊട്ട്, എന്നെ ദിക്ർ ചെയ്യുന്നതിനെ തൊട്ട് ഒരാളെ ഖുർആൻ ജോലിയാക്കി കളഞ്ഞാൽ അഅ്തൈതുഹു, ഞാൻ അവന് നൽകും, അഫ്ളലമാ ഉഅ്തി സായിലീന, ചോദിക്കുന്ന ആളുകൾക്ക്, പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഞാൻ നൽകുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ അവർക്ക് നൽകും. ഫളലു കലാമില്ലാഹി, അല്ലാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ ശ്രേഷ്ഠത, അലാ സഇരിൽ കലാമി, മറ്റു എല്ലാ കലാമുകളെക്കാളും, കഫളില്ലാഹി അലാ ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളെക്കാൾ അള്ളാഹുവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും എത്രയാണ്, അത്ര കണ്ടാണ്. അപ്പോൾ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. ദിക്ർ ചൊല്ലുന്നതിനേക്കാളും അതുപോലെ തന്നെ ദുആ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠമായ അമലാണ് ഖുർആൻ ഓതുക എന്നുള്ളത്. അതുകൊണ്ടാണ് എന്നോടുള്ള ചോദ്യത്തെ തൊട്ട്, എന്നെ ദിക്ർ ചെയ്യുന്നതിനെ തൊട്ട് ഒരാളെ ഖുർആൻ ജോലിയാക്കി കളഞ്ഞാൽ അവന് ഞാൻ എന്തു ചെയ്യും? ചോദിച്ചയാൾക്ക് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അവന് നൽകും. ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതുന്നു: വഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നൽ മദ്ഹബ് സ്വഹീഹൽ മുഖ്താർ അല്ലദി അലൈഹി മൻ യുഅ്തമദു മിനൽ ഉലമാഇ, അവലംബയോഗ്യരായ പണ്ഡിതന്മാർ മുഴുക്കെ എല്ലാവരും നിലകൊള്ളുന്ന ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണെന്നറിയോ? പ്രബലമായ അഭിപ്രായം എന്താ? അന്ന ഖിറാഅത്തുൽ ഖുർആനി, തീർച്ചയായും വിശുദ്ധ ഖുർആൻ പാരായണം, അത് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്തിനേക്കാൾ? മിന തസ്ബീഹി, തസ്ബീഹ് ചൊല്ലുന്നതിനേക്കാൾ, വതഹ്ലീലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനേക്കാൾ, വഗൈരിഹിമ, ഇത് രണ്ടുമല്ലാത്തമിൽ അദ്കാരി, മറ്റു ദിക്റുകളാൽ പലതുണ്ടല്ലോ. അപ്പം അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ഖുർആൻ പാരായണം എന്നതാണ് പ്രബലം. എന്നല്ലാ വഖത്ത് ളാഹറത്തിൽ അദില്ലത്തു അലാ ദാലിക്, അത് സ്ഥിരീകരിക്കുന്ന പ്രമാണങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം അതാണ് ഖുർആൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഖുർആൻ ഓത് എല്ലാം ചെയ്യണം. ഖുർആനോത്തിനൊരു പ്രാധാന്യവും പ്രാമുഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്നിട്ട് പഴയകാല ഇമ്മത്തുകളുടെയൊക്കെ ചരിത്രം പറയുമ്പോൾ എത്ര ഖത്മാണ് അവരെ കോതി തീർത്തിരുന്നത്. ഇമാം നബവി തങ്ങൾ എഴുതുകയാണ്: യംബഗി, അനിവാര്യമാണ്, അയ്യോ ഹാഫിള അലാ തിലാവത്തിഹി വയുക്സറ മിൻഹാ, ഖുർആൻ പാരായണത്തിൻ്റെ മേൽ സൂക്ഷിക്കപ്പെടുക, അതുപോലെ തന്നെ ഖുർആൻ പാരായണം അങ്ങനെ വർദ്ധിപ്പിക്കുക, അത് അത്യാവശ്യമാണ്. എന്നിട്ട് പറയാണ്, മുൻഗാമികളായ ആളുകൾക്ക് അവർ ഒരു ഖത്മ് ഓതി തീർക്കുന്ന ആ സമയപരിധിയിൽ വിഭിന്നമായ അവസ്ഥകളാണ്, പതിവുകളാണ് ഉണ്ടായിരുന്നത്. മഹാനായ ഇബ്നു അബീ ദാവൂദ് റളിയല്ലാഹു അൻഹു പൂർവികരായ ചില ഇമാമുകളെ തൊട്ട് ഉദ്ധരിക്കുന്നു. എന്താണ്? അന്നഹും കാനു യഖ്തിമൂന ഫീ കുല്ലി ശഹ്റൈനി ഖത്മതൻ വാഹിദ, എല്ലാ 2 മാസം കൂടുമ്പോഴും ഒരു ഖത്മ് ഓതിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാ 2 മാസം കൂടുമ്പോഴും ഒരു ഖത്മ ഓതിയിരുന്ന ആളുകൾ. ചില ആളുകളെ തൊട്ട് ധരിക്കുകയാണ് ഫീ കുല്ലി ഷഹ്രിൻ ഖത്മ,
എല്ലാ ഓരോ മാസത്തിലും ഒരു ഖത്മ്. വഅൻ ബഅദിഹിം ചില ആളുകളെ തൊട്ട് ഉദ്ധരിക്കുന്നു ഫീ കുല്ലി അശ്രി ലയാലിൻ ഖത്മ, എല്ലാ ഓരോ 10 ദിവസം കൂടുമ്പോഴും ഒരു ഖത്മ്. വേറെ ചില ആളുകൾ എല്ലാ 8 ദിവസം കൂടുമ്പോഴും ഒരു ഖത്മ്. വേറെ ചില ആളുകളുണ്ട് 7 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ്, ആഴ്ചയിൽ ഒരു ഖത്മ്. വേറെ ചില ആളുകളുണ്ട് 6 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ്. വേറെ ചില ആളുകൾ എല്ലാ ഓരോ 5 ദിവസത്തിലും ഒരു ഖത്മ്, 5 ദിവസം കൂടുമ്പോൾ ഓരോ ഖത്മ് അങ്ങനെ ഓതി തീർക്കും. വേറെ ചില ആളുകൾ ഫീ കുല്ലി അർബഇൻ, എല്ലാ ഓരോ 4 ദിവസം കൂടുമ്പോഴും ഒരു ഖത്മ്. എന്നിട്ട് പറയുന്നു വഅൻ കസീരീന ഫീ കുല്ലി സലാസ്, ഒരുപാട് ആളുകൾ പതിവ് എന്താണെന്നറിയോ, 3 ദിവസം കൂടുമ്പോൾ എല്ലാ 3 ദിവസവും ഓരോ ഖത്മ് ഓതി തീർക്കും. വഅൻ ബഅദിഹിം, ചില ആളുകളുണ്ട് ഫീ കുല്ലി ലൈലത്തൈനി, എല്ലാ 2 രാത്രികൾ കൂടുമ്പോഴും ഒരു ഖത്മ്. ചില ആളുകൾ ഒരു ദിവസം തന്നെ ഒരു ഖത്മ്. ചില ആളുകൾ എല്ലാ ഓരോ രാപ്പകലുകളിലും 2 ഖത്മ്. ചില ആളുകൾ 3 ഖത്മ്. ചില ആളുകൾ 8 ഖത്മ്, അതായത് രാത്രി 4 എണ്ണം, പകല് 4 എണ്ണം. അങ്ങനെയുള്ള ആളുകളെ ചരിത്ര മഹാനവറുകൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിങ്ങനെ എണ്ണി എണ്ണി പറയുന്നു. മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഖത്മോതി തീർത്ത ആളുകൾ, അതുപോലെ തന്നെ ളുഹറിൻ്റെയും അസ്റിൻ്റെയും ഇടയിൽ ഖത്മോതി തീർത്ത ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഖത്മ് വർദ്ധിപ്പിച്ചിരുന്ന രീതികളൊക്കെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ് വല്യഖ്തിയാറു അന്നദാലിക യഖ്തലിഫു ബിഖ്തിലാഫിൽ അശ്ഖാസ്. ഇവിടെ പറയാനുള്ളത് എന്താണെന്നറിയോ, ഇത് വ്യക്തികളുടെ ആ ഇഖ്തിലാഫ് അനുസരിച്ച്, വ്യത്യാസം അനുസരിച്ച് വ്യത്യാസപ്പെടും ആളുകളെ അപേക്ഷിച്ച്. കാരണം എന്താ, ചില ആളുകൾക്ക് ഫമൻ കാന യൽഹറു ലഹു ബിദഖീഖിൽ ഫിക്രി, ഗാഢമായ ചിന്ത കൊണ്ട് ഒരുപാട് അറിവുകളും ലത്തീഫത്തുകളൊക്കെ ഇങ്ങനെ നല്ലോണം ചിന്തിച്ച് ഓതുമ്പോൾ കിട്ടുമെങ്കിൽ ഓൻ അങ്ങനെ ഓതട്ടെ. ചില ആളുകൾ ഇങ്ങനെ ചിന്തിച്ച് ഓതിക്കഴിഞ്ഞാൽ അവർക്ക് പല സംഗതികളും ഇങ്ങനെ പുതിയ ജ്ഞാനങ്ങളും നല്ല ലത്തീഫത്തുകളൊക്കെ കിട്ടും. എന്നാൽ അവരങ്ങനെ ഓതട്ടെ. അതായത് പരിപൂർണമായ ആ ഖുർആൻ ഓതുന്നതിനെ പൂർണ്ണമായ രീതിയിൽ ഗ്രഹിക്കാൻ എങ്ങനെ ഓതിയാലാ പറ്റുമോ അങ്ങനെ ഓതിക്കോട്ടെ. വേറെ ചില ആളുകൾ ഉണ്ടാകുമ്പോൾ കഥാമൻകാലം മഷ്ഗൂലൻ ബി നശ്രിൽ ഇൽമി, ദർസ് നടത്തുന്ന ആളുകൾ, അതുപോലെ മദ്രസ പഠിപ്പിക്കുന്ന ആളുകൾ, മറ്റ് ഇൽമിൻ്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു ദീനിൻ്റെ മുഖ്യമായ കാര്യങ്ങളിലും മുസ്ലിങ്ങളുടെ പൊതുനന്മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഓരെപ്പോഴും ഖുർആൻ ഓതിരിക്കാൻ നടന്നാൽ പിന്നെ ബാക്കിയുള്ളത് നടക്കൂ ഇല്ല. അപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സം പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, ഒരു മടുപ്പുളവാകാത്ത രീതിയിൽ അല്പം അവർ മോദി പോകട്ടെ. അപ്പോൾ ഇതൊക്കെ വ്യക്തികളെ അപേക്ഷിച്ച് എന്ത് ചെയ്യും, മാറും. അപ്പോൾ ഖുർആൻ ഊതുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായൊരു അമലാണ്. അത് പൂർവികരായ ആളുകൾ ഖത്മ് ഇങ്ങനെ തീർക്കുമായിരുന്നു, ഖുർആൻ ധാരാളമായി ഓതുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെ പറയാനുള്ളത് അത് വ്യക്തികളുടെ വ്യത്യസ്തതയനുസരിച്ച്, വ്യത്യാസമനുസരിച്ച് മാറും. നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഇങ്ങനെ സാവകാശം ശ്രദ്ധിച്ചു ഓതുമ്പോൾ ഒരുപാട് സംഗതികൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അർത്ഥം ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരങ്ങനെ ഓതട്ടെ. വേറെ ചില ആളുകളുണ്ട്, അവർ ഈ പറഞ്ഞ രീതിയിൽ ഇൽമു പഠിപ്പിക്കുന്ന ആളുകൾ, മറ്റു വിശ്വാസികളുടെ പൊതുനന്മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആൾക്കാരാണ്. അവരെപ്പോഴും ഓതിയിരുന്നാൽ അവർക്ക് ആ കാര്യങ്ങൾ നടക്കൂല. അപ്പം അതിന് കോട്ടം പറ്റാത്ത രീതിയിൽ അവർ ഓതട്ടെ, ഒരു മടുപ്പുളവാകാത്ത രീതിയിൽ ഓതട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഖുർആൻ ഓതാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ മുസ്അബ് ബിൻ സഅദ് എന്നവർ പിതാവായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. സഅദ് എന്നവർ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇദാ വാഫഖ ഖത്മുൽ ഖുർആനി, ഖുർആനിൻ്റെ ഖത്മ് യോജിച്ചു വന്നാൽ, അവ്വലൽ ലൈലി, രാത്രിയുടെ ആദ്യത്തോട്. ഒരാളിങ്ങനെ ഖുർആൻ ഓതി ഓതി അയാൾ ഖുർആനിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുകയാണ്, ഖത്മ് ചെയ്യാണ്. അപ്പം ഈ ഖത്മ് ചെയ്യുന്ന ഈ സമയം അത് രാത്രിയുടെ ആദ്യ സമയമാണ്. അപ്പം ആ സമയത്താണ് ഒരാൾ ഖത്മ് ചെയ്യുന്നതെങ്കിൽ സ്വല്ലത്ത് അലൈഹിൽ മലായിക്കത്തു, അവൻ്റെ മേൽ അല്ലാഹുവിൻ്റെ മലക്കുകൾ സ്വലാത്ത് ചെയ്യും. ഹത്താ യുസ്ബിഹ, അവന് പ്രഭാതത്തിലാകുന്നത് വരെ മലക്കുകളെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഖുർആൻ ഖത്മ് ചെയ്യുന്നത് രാത്രിയുടെ ആദ്യത്തോടാണ് ഒത്തുവന്നതെങ്കിൽ പ്രഭാതം വരെ, സുബ്ഹ് വരെ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. വൈൻ വാഫഖ ഖത്മുഹു ആഖിറൽ ലൈലി, ഇനി ഒരാളുടെ ഖുർആൻ ഖത്മ് ചെയ്യൽ, ആ ഖത്മ് ചെയ്യുന്നത് രാത്രിയുടെ അവസാനത്തോടാണ് യോജിച്ചു വന്നതെങ്കിൽ സ്വല്ലത്ത് അലൈഹിൽ മലായിക്കത്തു ഹത്താ യുംസിയാ, പ്രദോഷം വരെ, വൈകുന്നേരം വരെ മലക്കുകൾ അവൻ്റെ മേലിൽ ഇങ്ങനെ ഇസ്തിഗ്ഫാർ, അവനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചു കൊണ്ടിരിക്കും, സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു ഫറുബ്ബമാ ബഖിയ അലാ അഹദിന ശൈഉ,
ചിലപ്പോൾ ഞങ്ങൾക്കുമേൽ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ബാക്കിയാവും എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിയിട്ട് ഉച്ചക്കന്നെ ഓതി തീരാറായിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ആ ഓതിയ അളുഫയു അഹിറഹു അതിനെ പിന്തിപ്പിക്കും. ഹത്തായുംസിയ വൈകുന്നേരമാകാൻ വേണ്ടി, അതല്ലെങ്കിൽ നേരം വെളുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പിന്തിപ്പിക്കും. അത് ഉടനടി തീർക്കൂലാണ് ഈ 2 സമയം. അപ്പോൾ ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം, ഖത്ം ചെയ്യാൻ ഏറ്റവും നല്ല സമയം. ഇഅലം അന്ന അഫ്ളൽ ഖിറാഅത്തി മാ കാന ഫി സ്വലാത്തീൻ. ഇമാം നബവി റളിയല്ലാഹു അൻഹു അതാ എഴുതുന്നു, ഖുർആൻ പാരായണത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരത്തിലായും കൊണ്ടുള്ള പാരായണമാണ്. നിസ്കാരത്തിൽ ഖുർആൻ ഓതുക, നിസ്കാരത്തിലായിട്ട് ഖത്മ് തീർക്കുക. അപ്പോൾ മദ്ഹബ് ശാഫിഈ വഗൈരിഹി, ഇമാം ശാഫിഈ തങ്ങളുടെയും മറ്റുള്ളവരുടെയും മദ്ഹബ് എന്താണ്? അന്ന തത്വീലൽ ഖിയാമി ഫി സ്വലാത്തി, നിസ്കാരത്തിൽ നൃത്തത്തെ ദീർഘിപ്പിക്കൽ, അഫ്ളലു അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, മിൻ തത്വീലി സുജൂദി സുജൂദിനെ ദീർഘിപ്പിക്കുന്നതിനേക്കാൾ, വഗൈരിഹി മറ്റുള്ള സംഗതികളെയും ദീർഘിപ്പിക്കുന്നതിനേക്കാൾ. അപ്പോൾ ദീർഘമായ സൂറത്ത് ഓതിയിട്ട്, നബി തങ്ങളുടെയൊക്കെ വഴക്ക് അങ്ങനെയല്ല, അങ്ങനെ നിസ്കരിക്കുമ്പോൾ ദീർഘമായ സൂറത്ത് ഓതിയിട്ട് അങ്ങനെ നിസ്കരിക്കും, വലിയ സൂറത്തുകൾ ഓതിയിട്ട്. അപ്പോൾ ഈ ഷാഫിഈ ഇമാം അവരുടെ മദ്ഹബ് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ്? ഖിയാമിനെ, ആ നൃത്തത്തെ നീട്ടുക. അപ്പോൾ ദീർഘമായ സൂറത്ത് ഓതിയിട്ട് അങ്ങനെ നീട്ടുക, അത് മറ്റുള്ള അങ്ങനെ സുജൂദ കൊണ്ടൊക്കെ നിസ്കാരത്തെ നീട്ടുന്നതിനേക്കാൾ അഫ്ളലാണ്. അമ്മൽ ഖിറാഅത്തു, അപ്പം ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം നിസ്കാരത്തിലായിട്ട് ഓതുക. അമ്മൽ ഖിറാഅത്തു ഫി ഗൈരി സ്വലാത്തി, നിസ്കാരമല്ലാത്തിടത്തുള്ള ഖുർആൻ ഓത്ത്, ഫഅഫ്ളലുഹാ അതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഖിറാഅത്തുൽ ലൈലി, രാത്രിയിലെ ഖുർആൻ പാരായണം. വന്നിസ്ഫുൽ, രാത്രി എന്ന് പറയുമ്പോൾ തന്നെ വന്നിസ്ഫുൽ അഖീറു മിനൽ ലൈലി, രാത്രിയിൽ നിന്നും 2ാമത്തെ പകുതി, അവസാനത്തെ പാതി, അഫ്ളലു മിനൻ നിസ്ഫിൽ അവ്വലി, 1ാമത്തെ പകുതിയേക്കാൾ ശ്രേഷ്ഠമാണ്. വൽ ഖിറാഅത്തു ബൈനൽ മഗ്രിബി വൽ ഇശാഇ മഹ്ബൂബത്തുൻ, ഇശാ മഗ്രിബിനിടയിലുള്ള ഖിറാഅത്ത് ഖുർആനോത്ത് വളരെ ഇഷ്ടപ്പെട്ട സംഗതിയാണ്. അമ്മൽ ഖിറാഅത്തു ഫിന്നഹാരി, അപ്പോൾ പകലിൽ ഖുർആനോദലോ, ഫഅഫ്ളലുഹാ ബഅദ സ്വലാത്തി സുബ്ഹി, അതിന് ഏറ്റവും ശ്രേഷ്ഠം സുബ്ഹിന്റെ ശേഷമുള്ള സമയമാണ്. എന്നിട്ട് പറയുന്നു, വലാ കറാഹിയത ഫിൽ ഖിറാഅത്തി ഫി വഖ്തി മിനൽ ഔഖാത്തി ലിമഅനൻ ഫീഹി, ഏതെങ്കിലും ഒരു സമയത്ത് ഖുർആൻ പാരായണം കറാഹത്താണ് എന്നൊരു നിയമം ഇല്ല, എപ്പോഴും ഓതാം. ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ ഖലാഇൻ്റെ വടക്കിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള ചില ഘട്ടങ്ങളിൽ ഓതൽ പാടില്ല, പിന്നെ മൊത്തത്തിൽ പറയണതാണല്ലോ. അതല്ലാതെ ഏത് സമയത്തും ഖുർആൻ ഓതാം. പകൽ ഓതുമ്പോൾ ഏറ്റവും നല്ലത് സുബ്ഹിക്ക് ശേഷമാണ്. രാത്രിയിലെ ഖുർആനോത്താണ് ഏറ്റവും ശ്രേഷ്ഠം. രാത്രിയുടെ സമയം നമ്മൾ പറഞ്ഞു. പിന്നെ ചില ആളുകൾ അസ്റിന് ശേഷം ഖുർആൻ ഓതൽ വെറുത്തിട്ടുണ്ട്, അത് ജൂതന്മാർ പഠിച്ചിരുന്ന സമയമാണെന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു. ഖുർആൻ ഓതാൻ തിരഞ്ഞെടുക്കേണ്ട ദിവസം വെള്ളിയാഴ്ചക്ക് വളരെ ബഹുമാനമുണ്ട്, തിങ്കളാഴ്ചക്ക് ബഹുമാനമുണ്ട്, അതുപോലെ വ്യാഴാഴ്ച, ഇതൊക്കെ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ്. അതുപോലെ അറഫാ ദിനം, 10 പരിഗണിക്കുമ്പോൾ റമദാനിൻ്റെ അവസാനത്തെ 10, അതുപോലെ ദുൽഹിജ്ജയുടെ ആദ്യ 10 മാസങ്ങൾ പരിഗണിക്കുമ്പോൾ റമദാൻ മാസം, ഇതൊക്കെ ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. എന്നിട്ട് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഖുർആൻ ഖത്മ് ചെയ്യുന്നതിൻ്റെ അദബുകൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് ഖദ് തഖദ്ദമ അന്നൽ ഖത്മ ലിൽ ഖാരി വഹിദ, ഒരാൾ തനിച്ച് ഖുർആൻ ഓതുകയാണെങ്കിൽ അവനക്ക് ഏറ്റവും നല്ലത് നിസ്കാരത്തിലായും കൊണ്ട് അങ്ങനെ ഓതി തീർക്കലാണ്. വഅന്നഹു ഖീല യുസ്തഹബ്ബു അൻ യകൂന ഫി റക്അത്തൈ സുന്നത്തിൽ ഫജ്രി, ആ നിസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിലാകൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഗ്രിബിന് 2 റക്അത്ത് സുന്നത്തിലാകലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്തിലാകലാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുപോലെ തന്നെ 1 റൗണ്ട് ഖത്മ് പകലിൻ്റെ ആദ്യത്തിലും 1 റൗണ്ട് ഖത്മ് പകലിൻ്റെ അവസാനത്തിലുമാക്കുക. അങ്ങനെ പറഞ്ഞിട്ട് മഹാനവർകൾ പറയാണ്, അമ്മാമൻ യഖ്തിമു ഫീ ഗൈരി സ്വലാത്തി, അപ്പം നിസ്കാരത്തിലല്ലാതെ ഖത്മ് തീർക്കുന്ന ഒരാൾ, അതുപോലെ സംഘടിതമായി ഓതിയിട്ടും അല്ല, എന്നാൽ പകലിൻ്റെ ആദ്യത്തിലോ രാത്രിയുടെ ആദ്യത്തിലോ ആകട്ടെ, പകലിൻ്റെ ആദ്യമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ചില ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഖത്മ് തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവ്, അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ലത് വ്യാഴാഴ്ച രാവ്. അങ്ങനെ പറഞ്ഞിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു യഹ്യയിൽ പറഞ്ഞൊരു വിഷയം പറയാണ്, വയക്കൂനുൽ ഖത്മു അവ്വലൻ നഹാരി. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഖുർആൻ ഈ അവസാനത്തിലോ രാത്രിയുടെ ആദ്യത്തിലോ അവസാനത്തിലോ അങ്ങനെ ആ സമയത്ത് നിർവഹിക്കുമ്പോൾ ഈ രാവിലെ എന്ന് പറഞ്ഞല്ലോ, അത് രാവിലെയുള്ളത് എപ്പോഴാക്കുക? പകലിൻ്റെ ആദ്യത്തിലുള്ള ആ ഖത്മ് എന്ന് പറയുന്നത് സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിലാക്കുക. അപ്പോൾ ആ ലാസ്റ്റുള്ള സൂറത്തുകളെ കയ്യിലോതിയിട്ട് അത് തീരുമാനാക്കുക.
അതുപോലെ തന്നെ രാത്രിയുടെ ആദ്യം എന്ന് പറഞ്ഞല്ലോ, അത് മഗ്രിബിൻ്റെ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, അതിലാക്കുക. അപ്പോൾ അതാണ് ഖുർആൻ ഖത്മ് ചെയ്യാൻ തുടങ്ങേണ്ട അവസാനിപ്പിക്കേണ്ട സമയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഖുർആൻ ഖത്മ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആദാബുകളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അത്ബിയാനു ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ പാരായണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ വാഹകരായ ആളുകൾ, ഖുർആൻ ഓതുന്നയാളുകൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ പറയുന്ന കിതാബാണ്. അതിൽ മഹാനവറുകൾ പറയുന്നു, അൽ മസ്അലത്തു സാനിയത്തു, രണ്ടാമത്തെ മര്യാദ എന്ന് പറഞ്ഞാൽ യുസ്തഹബ്ബു ഖിയാമു യൗമിൽ ഖത്മീൻ, ഖുർആൻ ഖത്മ് ചെയ്യുന്ന ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഖുർആൻ ഖത്മ് ചെയ്യുന്ന ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇല്ല അയ്യുസ്വാദിഫ, ആ ദിവസം ഒത്തുവന്നാൽ ഒഴികെ, യൗമൻ ഒരു ദിവസത്തോട്, നഹശ്ശറഉ അൻ ഖിയാമിഹി, ആ ദിവസത്തെ നോമ്പിനെ തൊട്ട് ശറഅ് വിരോധിച്ചിട്ടുണ്ട്. അപ്പം നോമ്പനുഷ്ഠിക്കാൻ പാടില്ല, നോമ്പനുഷ്ഠിക്കൽ ഹറാമായ ദിവസങ്ങൾ, നോമ്പ് നോറ്റുകൂടാ എന്ന് ശറഅ് വിരോധിച്ച ദിവസങ്ങളിലാണ് ഖത്മ് ആയത്. ഖത്മിൻ്റെ ദിവസവും രണ്ടും ഒന്നായാൽ അവിടെ പിന്നെ നോൽക്കണ്ട. അല്ലാത്ത പക്ഷം മറ്റുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ്. വഖദ് റവ ഇബ്നു അബീ ദാവൂദ ബിഇസ്നാദിഹി സ്വഹീഹി, മഹാനായ ഇബ്നു അബീ ദാവൂദ് റളിയല്ലാഹു അൻഹു സ്വഹീഹായ സനദോടെ ഉദ്ധരിക്കുന്നു, അന്ന ത്വൽഹത ബിന മുത്വദ്ദിഫ് വഹബീബ ബിന ഉബയ്യ് وحبيب بن أبي ثابت والمسيب بن رافع التابعين الكوفيين رضي الله عنهم أجمعين, കൂഫക്കാരായ താബിഈങ്ങളായ ഈ പറഞ്ഞ ആളുകൾ, ത്വൽഹത്ത് ബിൻ മുത്വദ്ദിഫ്, ഹബീബ് ബിൻ ഉബയ്യ്, ഹബീബ് ബിൻ അബി സാബിത്ത്, അതുപോലെ തന്നെ മുസയ്യിബ് ബിൻ റാഫിഅ് എന്നവരൊക്കെ കാനൂ യുസ്ബിഹൂന ഫിൽ യൗമില്ലദീ യഖ്തിമൂന ഫീഹിൽ ഖുർആന ഖിയാമാ, അവർ ഖുർആൻ ഖത്മ് ചെയ്യുന്ന ദിവസം പ്രഭാതത്തിലാകുമായിരുന്നു ഖിയാമൻ, നോമ്പുകാരായിട്ട്. അപ്പോൾ ഖുർആൻ ഖത്മ് ചെയ്യുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, ഒരു മര്യാദയാണ് ആ ഖത്മ് ചെയ്യുന്ന ദിവസം നോമ്പനുഷ്ഠിക്കുക എന്ന്. അത് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിടെ തത്ബിയാനിലും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഇത്ഖാനിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു കാന യജ്അലു റജുലൻ, മഹാനവറുകൾ ഒരാളെ ആക്കുമായിരുന്നു, യുറാഖിബു റജുലൻ യഖ്റഉൽ ഖുർആൻ, അയാളെ പണി എന്താണ്? ഖുർആൻ ഓതുന്ന ആളുകൾ അങ്ങനെ നിരീക്ഷിക്കുക, ആരൊക്കെയാണ് ഖുർആൻ ഓതുന്നത്. അങ്ങനെ അയാളെ ആ ഖുർആൻ ഓത്ത് ഇങ്ങനെ വീക്ഷിച്ച്, ഫഇദാ അറാദ അൻ യഖ്തിമ, ഇയാൾ ഖുർആൻ ഖത്മ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഈ ഖുർആൻ ഓതുന്ന ആള് ഖുർആൻ ഖത്മ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അഅലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഈ മനുഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങൾ അറിയിക്കും, അയാൾ ഖത്മ് ആയിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ട് ഖത്മിൻ്റെ സമയമായിട്ടുണ്ട് എന്നറിയിക്കും. ഫയഷ്ഹദു ദാലിക, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ആ ഖത്മുൽ ഖുർആനിന് സാക്ഷിയാകും. ഖുർആൻ ഖത്മ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മര്യാദകളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതുന്നു, അൽ മസ്അലത്തു സാലിസത്തു, മൂന്നാമത്തെ മസ്അല, യുസ്തഹബ്ബു ഹുളൂറു മജ്ലിസി ഖത്മിൽ ഖുർആൻ ഇസ്തിഹ്ബാബൻ മുതഅക്കിദൻ, വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യുന്ന സദസ്സിൽ സംബന്ധിക്കൽ, ഹാജറാകൽ, അത് സുന്നത്താണ്. ഇസ്തിഹ്ബാബൻ മുതഅക്കിദൻ, അതിശക്തമായ സുന്നത്താണ്, ചെറിയ സുന്നത്തല്ല. ഖുർആൻ ഖത്മ് ചെയ്യുന്ന ആ സദസ്സിൽ, ആ മജ്ലിസിൽ പങ്കുകൊള്ളുക, ഹാജറാകുക എന്നുള്ളത് അതിശക്തമായ സുന്നത്താണ്. എന്നിട്ട് അതിന് രേഖയായിട്ട് ഈ ഹദീസൊക്കെയാണ് മഹാനവറുകൾ പറയുന്നത്. എന്നിട്ട് പറയുന്നു വേറൊരു ഹദീസ്, കാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു, ഇദാ ഖതമൽ ഖുർആന ജമഅ അഹ്ലഹു വദഅ, ഖുർആൻ ഖത്മ് ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യ സന്താനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ മഹാനവറുകൾ ദുആ ചെയ്യും. അത് നമ്മൾ വഴിയെ പറയും. ആ സമയത്ത് ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള സമയമാണ് ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. മഹാനായ ഹക്കം ബിൻ ഉയൈന അത്താബിഈ
താബിഈ പ്രമുഖനായ ഹകം ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു പറയാൻ, അർസല ഇലയ്യ മുജാഹിദുൻ വഉത്ബത്ത് ബിൻ ലുബാബ റളിയല്ലാഹു അൻഹുമാ, എന്നിലേക്ക് എൻ്റെ അടുത്തേക്ക് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു തങ്ങളും ഉത്ബത്ത് ബിൻ ലുബാബ എന്നവരും എന്ത് ചെയ്തു? ആളെ പറഞ്ഞയച്ചു, ദൂതനയച്ചു വിളിക്കാൻ വേണ്ടിയിട്ട്. ഫഖാല, അങ്ങനെ അവർ പറഞ്ഞു, ഇന്ന അർസൽന ഇലൈക, നിങ്ങളിലേക്ക് ഞങ്ങൾ ആളെ പറഞ്ഞയച്ചത്, ദൂതനെ പറഞ്ഞയച്ച് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ലി അന്ന അറദ്ന നഖ്തിബൽ ഖുർആന, ഞങ്ങൾ ഖുർആൻ ഖത്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഖത്മ ചെയ്യാണ്. വദ്ദുആഉ യുസ്തജാബു ഇൻദ ഖത്മിൽ ഖുർആൻ, ഖുർആൻ ഖത്മ ചെയ്യുന്ന സമയത്ത് ദുആക്ക് ഇജാബത്ത് നൽകപ്പെടും. അതുകൊണ്ടാണ് വേറെ റിവായത്തിലൊക്കെ കമാ അന്ന റഹ്മത തൻസിലു ഇൻദ ഖാതിമത്തിൽ ഖുർആൻ, ഖുർആൻ ഖത്മ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റഹ്മത്ത് അവതരിക്കും. കാനു യജ്തമിഉന ഇൻദ ഖത്മിൽ ഖുർആൻ യഖൂലുന തൻസിലു റഹ്മതു, ഖുർആൻ ഖത്മ ചെയ്യുമ്പോൾ അവരൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂടുമായിരുന്നു. കാരണം ആ സമയത്ത് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. റഹ്മത്ത് ഇറങ്ങുമ്പോൾ ദുആക്ക് ഇജാബത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്, നമ്മൾ ഖുർആൻ ഓതിയിട്ട് ഖത്മ ചെയ്യണ സമയം എന്ത് ചെയ്യുക? വീട്ടുകാരൊക്കെ ഒരുമിച്ച് കൂട്ടുക. ഇനി ഭക്ഷണം കൊടുക്കുന്ന കാര്യമൊക്കെ ശേഷം പറയും. വീട്ടുകാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ഒരു ദുആ ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വിതരണം ചെയ്യലൊക്കെ അത് പ്രത്യേകം തേടപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ ഖുർആൻ ഖത്മ ചെയ്യുന്നതിൻ്റെ മര്യാദകളിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ ഖത്മ ചെയ്യുന്ന സദസ്സിൽ സംബന്ധിക്കുക എന്നുള്ളത്. അത് വെറും സുന്നത്തല്ല, അതിശക്തമായ സുന്നത്ത് എന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഹദീസുകളൊക്കെ പ്രമാണമാക്കി അത്തിബിയാനു ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ, അൽ അദ്കാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയത് കാണാം. മഹാനായ ഇക്രിമത്ത് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറഅതു അലാ ഇസ്മാഈൽ ബിൻ അബ്ദുല്ലാഹി ബിൻ ഖുസ്തുൻതൈൻ, മഹാനായ ഇസ്മാഈൽ ബിൻ അബ്ദുല്ലാഹ് എന്നവർക്കുമേൽ ഞാൻ ഖുർആൻ ഓതി. അങ്ങനെ ഖുർആൻ ഓതി അങ്ങനെ കേൾപ്പിക്കുകയാണ്. ഓതി ഓതി ഫലമ്മാ ബലഗതു വല്ലുഹ, സൂറത്തുൽ ളുഹ വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന് പറയുന്ന സൂറത്ത് എത്തിയപ്പോൾ ഖാലലി, മഹാനവർകൾ എന്നോട് പറഞ്ഞു, കബ്ബിർ കബ്ബിർ ഇൻദ ഖാതിമത്തി കുല്ലി സൂറത്തി, ഇനി അങ്ങോട്ടുള്ള എല്ലാ ഓരോ സൂറത്തിൻ്റെയും അവസാനത്തിൽ താങ്കൾ തക്ബീർ ചൊല്ലുക ഹത്താ തഖ്തിമ, അങ്ങനെ ഖത്മ് താങ്കൾ പൂർത്തിയാക്കും, അവസാനിപ്പിക്കും. അതുവരെ എന്ത് ചെയ്യുക? ഓരോ സൂറത്തിൻ്റെയും അവസാനത്തിൽ ഈ വല്ലുഹ മുതൽ നാസ് വരെ ഓരോ സൂറത്തിൻ്റെയും അവസാനത്തിൽ താങ്കൾ തക്ബീർ ചൊല്ലണം എന്ന് പറഞ്ഞു. വഅഖ്ബറഹു അബ്ദുല്ലാഹി ബിൻ കസീർ അന്നഹു ഖറഅ അലാ മുജാഹിദിൻ റളിയല്ലാഹു അൻഹു, മഹാനവർകളോട് ഖബർ അറിയിച്ചു ആര്? അബ്ദുല്ലാഹി ബിൻ കസീർ എന്നവർ. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ കസീർ എന്നവർ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഓതിയപ്പോൾ മഹാനരോട് അദ്ദേഹം ഈ മുജാഹിദ് എന്നവരിങ്ങനെ കൽപ്പിച്ചു. മുജാഹിദ് എന്നവരെന്തു പറഞ്ഞു? അന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇങ്ങനെ ഖുർആൻ ഓതി വല്ലുഹ സൂറത്ത് എത്തിയപ്പോൾ ഓരോ സൂറത്തിൻ്റെയും അവസാനം അന്ത്യം വരെ തക്ബീർ ചൊല്ലാൻ പറഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങളോട് ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ അങ്ങനെ കൽപ്പിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ ഓതി കൊടുത്തപ്പോൾ മഹാനരോടും തങ്ങളിങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ തക്ബീർ ചൊല്ലാൻ. അപ്പോൾ ഓതി ഓതി ഖത്മോതി സൂറത്തുൽ ളുഹ വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്നുള്ള സൂറത്ത് എത്തിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് നാസ് വരെ അവസാനത്തിൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതാണ് ഇപ്പോൾ ഈ ഹദീസിലെ പാഠം. അതാ മഹാനായ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ സൂറത്തുൽ ളുഹ മുതൽ സൂറത്തു നാസ് വരെ ഓരോ സൂറത്തിൻ്റെയും അവസാനത്തിൽ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. വയുസ്തഹബ്ബു തക്ബീറു മിൻ ആഖിരി സൂറത്തുൽ ളുഹ ഇല ആഖിരിൽ ഖുർആൻ, സൂറത്തുൽ ളുഹയുടെ അന്ത്യം മുതൽക്ക് സൂറത്തു നാസ് വരെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അത് പിന്നെ ഖത്മ് ഓതുന്ന ആളെ കൊണ്ട് മാത്രം പ്രത്യേകമായതാണോ? അല്ലാത്തവർക്കും ആ സുന്നത്ത് ബാധകമാണോ? അതായത് ഇപ്പോൾ ഒരാൾ സൂറത്തുൽ ളുഹ മുതൽ മാത്രം ഇങ്ങോട്ട് ഓതുകയാണ്, അതല്ലെങ്കിൽ സൂറത്തുൽ ളുഹക്കുള്ള വല്ല സൂറത്ത് ഓതുകയാണ് ശേഷമുള്ള സൂറത്ത്, അതല്ലെങ്കിൽ സൂറത്തുൽ ളുഹയുടെ മുമ്പ് ഇങ്ങോട്ട് തുടങ്ങുകയാണ്, അയാൾ ഖത്മ് ഓതുന്നല്ല, സൂറത്തുൽ ഫാത്തിഹ മുതൽ ആരംഭിച്ചതൊന്നുമല്ല. അങ്ങനെയാകുമ്പോൾ അയാൾ തക്ബീർ ചൊല്ലണോ എന്ന ചർച്ചയുണ്ട്. അവിടെ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്താവൽ കുബ്രായിൽ പറഞ്ഞത് തക്ബീർ ചൊല്ലാമത് സുന്നത്താണ് എന്ന് തന്നെയാണ്.
എന്നാൽ മഹാനവറുകൾ തന്നെ മറ്റൊരു ഫത്വായിൽ അജ്വിബത്തുൽ അജ്ബയിലൊക്കെ കാണാതെ ഖത്മ് ഓതുന്ന ആളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട സുന്നത്താണ്. കാര്യമായി ഇമാമുകളൊക്കെ അത് വിശദീകരിച്ചത് ഖത്മ് തീർക്കുന്ന ആൾക്കുള്ള ഒരു സുന്നത്തായിട്ടാണ്. അപ്പോൾ ഈ ഖത്മ് ഓതുന്ന ആൾ അത് നിസ്കാരത്തിലാക്കട്ടെ, നിസ്കാരത്തിലെ പുറത്താക്കട്ടെ, അതങ്ങനത്തെ അതിൽ തുല്യമാണ്, വ്യത്യാസമൊന്നുമില്ല. നിസ്കാരത്തിലായിട്ട് ഖത്മ് തീർക്കുകയാണെങ്കിലും നിസ്കാരത്തിൻ്റെ പുറത്ത് തീർക്കുകയാണെങ്കിലൊക്കെ സൂറത്തുൽ ദുഹ മുതൽ സൂറത്തുൻ നാസ് വരെ എന്ത് ചെയ്യുക? അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ചൊല്ലുക. പിന്നെ തക്ബീർ ചൊല്ലുമ്പോൾ അതിൻ്റെ സ്വീഖ ഏതാണ് എന്ന വിഷയത്തിലും ഇമാമുകൾക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട്. അല്ലാഹു അക്ബർ എന്നുള്ള വിഷയത്തിൽ എല്ലാവരും ഏകോപിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് തഹ്ലീലും ചില ആൾക്കാർ കൂട്ടിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ചില ആളുകൾ ഹംദും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അത്ര ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ തക്ബീർ ചൊല്ലുന്ന സമയത്ത് ആ സൂറത്തിൻ്റെ അവസാനത്തോട് നേരെ ഈ തക്ബീർ ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ സൂറത്ത് അവസാനിച്ച് ഒരു ചെറിയ ഒരു മൗനം, ഒരു സക്ത, ഒരടക്കം, ആ അടക്കത്തിന് ശേഷം ഈ തക്ബീർ ചൊല്ലുക. എന്നിട്ട് ആ വേറൊരടക്കത്തിന് ശേഷം അടുത്ത സൂറത്തിൽ ആരംഭിക്കുക. അതൊരു പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ്. നിസ്കാരത്തിലും നിസ്കാരത്തിൻ്റെ വെളിയിലും ഒക്കെ അങ്ങനെയാണ് ചൊല്ലേണ്ട. സ്വീഖ എല്ലാം കൂടെ ജംഅ് ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇമാമുകൾക്കിടയിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അത് ചുരുക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഖത്മ് ഓതുന്ന ആൾ സൂറത്ത് വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്നുള്ള സൂറത്തെത്തി കഴിഞ്ഞാൽ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക്. അങ്ങനെ സൂറത്തുൻ നാസിൻ്റെ അവസാനം വരെ അത് ചെയ്യണം. അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. അതിനൊരു കാരണം, പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒരു കാരണം പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ വഹ്യ് പിന്തിയല്ലോ. വഹ്യ് ഇങ്ങനെ അവതരിച്ചു കൊണ്ടിരിക്കുന്ന ഇടക്ക് കുറച്ചു കാലം വഹ്യ് വരാതെയായി. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല, വഹ്യ് വരുന്നില്ല. അപ്പം അതിൻ്റെ കാരണങ്ങളൊക്കെ പലതും ഇമാമുകൾ പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ മുശ്രിക്കുകൾ എന്തു പറഞ്ഞു പരത്തി? ഖലാ മുഹമ്മദൻ റബ്ബുഹു, മുഹമ്മദിനോട് തൻ്റെ റബ്ബ് പിണങ്ങിപ്പോയി, ദേഷ്യം വെച്ചുപോയി, ഒഴിവാക്കി. അതുകൊണ്ടാണല്ലോ ദിവ്യ സന്ദേശങ്ങളൊന്നും വരാത്തത്. അപ്പോൾ തങ്ങൾക്ക് വലിയ വിഷമായി, ഒരുപാട് വളരെ മോശമായ രീതിയിലൊക്കെ ശത്രുക്കൾ അത് ആഘോഷിച്ചു എന്നാണ്. അപ്പോഴാണ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വല്ലുഹാ സൂറത്ത് ഇറങ്ങിയത്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ മാ വദ്ദഅക റബ്ബുക, താങ്കളെ റബ്ബ് ഉപേക്ഷിച്ചിട്ടില്ല, തങ്ങളോട് പിണങ്ങിയിട്ടില്ല, ദേഷ്യം വെച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തങ്ങൾ തക്ബീർ ചൊല്ലി ആ സന്തോഷം കൊണ്ട്, സന്തോഷം തക്ബീർ ഉണ്ടാവുമല്ലോ, തക്ബീർ ചൊല്ലിയത്. അപ്പം അതൊരു സുന്നത്തായിട്ട് അങ്ങനെ പിന്നെ വന്നതാണ്. അതാണ് അതിന് പറയുന്ന കാരണം. വേറെയും ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഖത്മ് ഓതുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അതും ഒരു സുന്നത്തുണ്ട്, ശ്രദ്ധിക്കുക. മഹാനായ ഹുമൈദുൽ അഅ്റജ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും ഒരാൾ വിശുദ്ധമായ ഖുർആൻ ഓതി, അങ്ങനെ ഖുർആൻ ഓതി സുമ്മ ദഅ, പിന്നെ അയാൾ ദുആ ചെയ്തു, എന്നാൽ അമ്മന അലാ ദുആഇഹി, അയാളെ ദുആഇനുമേൽ ആമീൻ ചൊല്ലും, ആമീൻ പറയും. 4000 മലക്കിൻ, 4000 മലക്കുകൾ. വിശുദ്ധമായ ഖുർആൻ ഖത്മ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട അദബുകളെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതുന്നു, അൽ മസ്അലത്തു റാബിഅ അദ്ദുആഉ മുസ്തഹബ്ബുൻ അഖീബൽ ഖത്മി ഇസ്തിഹ്ബാബൻ മുതഅക്കിദാ. വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്താൽ അതിനുടനെ ദുആ ചെയ്യൽ വളരെ ശക്തിയായ സുന്നത്താകുന്നു, ശക്തമായ സുന്നത്താകുന്നു. ഖുർആൻ ഖത്മ് ചെയ്താൽ അതിനുശേഷം എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. ആ ദുആ ചെയ്യൽ വെറും സുന്നത്താണെന്നല്ല പറഞ്ഞത്, മുതഅക്കിദായ ശക്തിയായ സുന്നത്താകുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അതിനുവേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടലൊക്കെ സുന്നത്താണെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വയംബഗി അയ്യുലിഹ ഫി ദുആഇ, അങ്ങനെ ഖത്മ് നിർവഹിച്ച് ഖുർആൻ ഖത്മ് ചെയ്ത് ദുആ ചെയ്യുമ്പോൾ ആ ദുആഇൽ ഇൽഹാ വേണം, ആവർത്തിച്ച് ദുആ ചെയ്യണം, കൂടെ ദുആ ചെയ്യണം. വഅയ്യദുഅ ബിൽ ഉമൂരിൽ മുഹിമ്മത്തി, മുഖ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. അത് ദുആഇന് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ദുആ ചെയ്യാനാണല്ലോ നിർദ്ദേശം. ഇപ്പൊ കഅബ കാണുന്ന അവസ്ഥയിൽ ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ്. കഅബ കാണുന്ന അവസ്ഥയിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പം എന്താ ദുആ ചെയ്യേണ്ടത്?
ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ അവിടുത്തെ ലീലാഹിൽ പറഞ്ഞു, ദുന്യവിയും ഉഖ്റവിയുമായ മുഖ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യണം. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഏതാ? പാപമോചനം നേടുക എന്നുള്ളതല്ലേ, പാപം പുറത്ത് കിട്ടുക എന്ന്. കാരണം ഇവിടെ സർവ കെടുതികളുടെയും മൂലകാരണം മനുഷ്യൻ ചെയ്യുന്ന ദോഷമാണ്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും ഫസാദ്, നാശം വെളിപ്പെട്ടത് മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. മനുഷ്യൻ്റെ ചെയ്തി പോലെയാണ്. അപ്പോൾ ദോഷങ്ങളാണ് ഇവിടെ എല്ലാ ദുരന്തങ്ങളുടെയും ഹേതുകം. ദോഷങ്ങൾ നമുക്കുള്ള ഭക്ഷണം തടയും, ഭക്ഷണത്തിലെ ബറക്കത്ത് തടയും, അതുപോലെ രോഗങ്ങളെ വലിച്ചു കൊണ്ടുവരും, ഹൃദയകാഠിന്യമുണ്ടാക്കും, അങ്ങനെ പലതും ഉണ്ടാക്കും. അപ്പോൾ ദുആഇന് ഇജാബത്തുള്ള വേളയിൽ പാപമോചനം തേടണം. അപ്പോൾ ഖുർആൻ ഖത്മ് ചെയ്ത് ദുആ ചെയ്യുമ്പോൾ ആവർത്തിച്ച് ഇൽഹാ ചെയ്ത് ദുആ ചെയ്യുക. പിന്നെയോ മുഖ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. وَأَيُّكْثِرَ فِي ذَلِكَ فِي صَلَاحِ الْمُسْلِمِينَ وَصَلَاحِ سُلْطَانِهِمْ وَسَائِرِ وُلَاةِ أُمُورِهِمْ. ഖുർആൻ ഖത്മ് ചെയ്തിട്ടുള്ള ദുആക്ക് ഉത്തരമുള്ള ദുആയാണ്. ആ ദുആയിൽ വർദ്ധിപ്പിക്കേണ്ടത് കാര്യമായിട്ട് വർദ്ധിപ്പിക്കണം. എന്ത്? മുസ്ലിങ്ങളുടെ സ്വലാഹ്, മുസ്ലിങ്ങളുടെ നന്മ, അവരുടെ ഗുണം. അതുപോലെ തന്നെ വസ്വലാഹി സുൽത്താനിഹിം, മുസ്ലിങ്ങളുടെ ആ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന രാജാവ് ഉണ്ടാവുമല്ലോ, സുൽത്താൻ, ഭരണാധികാരി, അയാളുടെ സ്വലാഹിന് വേണ്ടി ദുആ ചെയ്യണം. വസഇരി ഉലാത്തി ഉമൂരിഹിം, ഈ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ കൈയാളുന്ന കൈക്കാരുണ്ടാവും, അവരൊക്കെ നന്നായി കിട്ടാൻ വേണ്ടി, അവരുടെ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഉണ്ടോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു കാന ഇദാ ഖതമൽ ഖുർആന, മഹാനവർകൾ ഖുർആൻ ഖത്മ് ചെയ്താൽ കാന അക്സറു ദുആഇഹി ലിൽ മുസ്ലിമീന വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അദ്ദേഹത്തിൻ്റെ ദുആയിൽ അധികരിച്ചതും വിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾക്ക് വേണ്ടിയിട്ടാ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദുആയാണ് ഉണ്ടാകുക. എന്നിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറയണത്? ഫയഖ്താറു ദാഇ അദ്ദഅവാതിൽ ജാമിഅ. അപ്പോൾ ദുആ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യുന്ന ആൾ ജാമിഅയായ പദങ്ങളെ തിരഞ്ഞെടുക്കണം. ദുആ ചെയ്യുന്ന ആൾ നല്ല ആശയ, നല്ല അർത്ഥപൂർണമായ നല്ല പദങ്ങളെ കൊണ്ട് ദുആ ചെയ്യണം. ആ പദങ്ങളെ കൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഖൗലിഹി, മഗ്സൂറായ ദുആ കൊണ്ടുവരിക, മഗ്സൂറായ ദുആഇന് പ്രാധാന്യം നൽകുക. എന്നിട്ട് ഇമാം നബവി തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ അസ്ലിഹ് ഖുലൂബനാ വഅസ്ലിഹ് ഉയൂബനാ വതവല്ലനാ ബിൽ ഹുസ്നാ വസയ്യിനാ ബിത്തഖ്വാ واجمع لنا خير الآخرة والأولى وارزقنا طاعتك ما أبقيتنا اللهم يسرنا لليسرى وجنبنا العسرى واعذنا من شرور أنفسنا وسيئات أعمالنا واعذنا من عذاب النار. അങ്ങനെ കുറേ ദുആ മഹാനവർകൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ജാമിആയ പദങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. എന്തെങ്കിലുമൊക്കെ തോന്നിയത് ആർക്കില്ല. അത് നിസ്കാരാനന്തരമുള്ള ദുആയിലും നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും മഗ്സൂറായ ദുആ, ദുആയിലൊക്കെ മഗ്സൂറായ ദുആ തിരഞ്ഞെടുക്കുക. ഹദീസിലും ഖുർആനിലൊക്കെ വന്ന ദുആക്കാണ് പ്രാധാന്യം. അതല്ലാതെ നമ്മളെ ഖിബലിൽ നിന്ന് ഇഖ്തിറാഅ് ചെയ്യുന്ന ദുആയിലല്ല. അതിനേക്കാളൊക്കെ പ്രാധാന്യം ഖുർആനിലും ഹദീസിലൊക്കെ വന്ന ദുആക്കാണ്. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു. ഇമാം ദിമിയാത്തി തങ്ങൾ പറയാണ്, സുമ്മ ഇന്ന ദുആ ഇൻദൽ ഖസ്മി സുന്നത്തുൻ തലഖാഹൽ ഖലഫു അനി സലഫീൻ. ഈ ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയത്തുള്ള ദുആ എന്ന് പറഞ്ഞാൽ അതിനെ ഈ പിൻഗാമികളായ പിൽക്കാലക്കാരായ ആളുകൾ, സച്ചരിതരായ പൂർവികരെ തൊട്ട് ഇങ്ങനെ അവരിങ്ങനെ അത് ആ പിന്തുടർന്നു പോകുന്നതാണ്, അവരിൽ നിന്ന് കൈപ്പറ്റി പോകുന്നതാണ്. അത് വെറുതെ ചില്ലറ കാര്യമല്ലേ, അത് ദുആ ചെയ്യേണ്ട സംഗതിയല്ലേ. എന്നിട്ട് അതിന് ഹദീസും തെളിവ് പറഞ്ഞു, മൻ ജമഅൽ ഖുർആന കാനത് ലഹു ഇൻദല്ലാഹി ദഅവത്തുൻ മുസ്തജാബത്തുൻ ഇൻ ശഅ അജ്ജലഹാ ലഹു ഫി ദുനിയ വ ഇൻ ശഅ ദഖറഹാ ലഹു ഫിൽ ആഖിറ. ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ഉത്തരം നൽകപ്പെടുന്ന ദുആ ഉണ്ട് ഉറപ്പന്നെ. അത് ഒരുപക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ദുനിയാവിൽ തന്നെ ഉളരിക്കൊടുക്കും, അതല്ലെങ്കിൽ ആഖിറത്തിലേക്ക് എന്ത് ചെയ്യും? ബാത്ത് വെക്കും. അവിടെ ചൊല്ലുമ്പോൾ നമ്മളൊരു ദുആയും വൃഥാവിലായിട്ടില്ല, വിഫലായിട്ടില്ല അവിടെ കാണാം. നമ്മളെന്താ ദുആ ചെയ്ത് കിട്ടാത്തത്? നമ്മളെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവും അല്ലേ? നമ്മളെന്നെ നോക്കിയാൽ മതി, വേറെ കാരണങ്ങളൊന്നും പറയണ്ടാവില്ല. നമ്മൾ വേറെ പല കാരണങ്ങളാണ് പറയുക, നമ്മളിൽ തന്നെ അതിൻ്റെ കാരണങ്ങൾ ഉണ്ടാവും. ഹദീസിൽ തന്നെ ഇവൻ്റെ ഭക്ഷണം ഹറാമാണ്, ഇവൻ്റെ വസ്ത്രം ഹറാമാണ്, പലപ്പോഴും പ്രതികൂലമായ ദുആ ആണ്. വേറെ സംഗതികളൊന്നുമില്ല, നിസ്കാരവും നിലവാരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
ഞാൻ ഇന്നലെ ഒരു ഇബാറത്ത് ഉള്ളത് എന്താ, സ്വലാത്തിന് ഒരുപാട് നബി തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്ര മഹത്വങ്ങൾ നമ്പർ ഇട്ടിട്ടല്ലേ ഇമാമികൾ എണ്ണിക്കണം, 1 2 3 4. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് എന്താ ഇതൊന്നും കിട്ടാത്തത്? അപ്പം അതിനൊക്കെ പറഞ്ഞ കാരണങ്ങൾ എന്താണ്? ഇയാളിൽ പല ജാതി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹൃതമാകുമ്പോഴാണ് ഇയാളെ ദുആയും സ്വലാത്തൊക്കെ ഈ പറഞ്ഞ ഫലങ്ങൾക്ക് പ്രാപ്തമാകുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെ ദുആ ചെയ്യണം. വമിൻ ആ ദുആഇന്റെ അദബുകളിൽ പെട്ടതാണെന്ന് പറഞ്ഞൊരു മഹാനവറുകൾ പറയുന്നു. വമിൻ ഹാ ഇഖ്തിയാറുൽ അദ്ഇയത്തിൽ മഅ്സൂറ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ തൊട്ട് വന്ന ദുആകൾ തിരഞ്ഞെടുക്കണം. എന്നിട്ട് ഖുർആൻ ഓത്തുമായി ബന്ധപ്പെട്ട് വന്നൊരു ദുആ മഹാനവറുകൾ ഉദ്ധരിക്കണം. അല്ലാഹുമ്മ റഹ്മനി ബിൽ ഖുർആനിൽ അളീം വജ്അൽഹു ലി ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മ اللهم ذكرني منه ما نسيت وعلمني منه ما جهلت وارزقني تلاوته آناء الليل والنهار واجعله لي حجة يا رب العالمين. ഖത്മുൽ ഖുർആനുമായി ഹദീസിൽ ബന്ധപ്പെട്ട വന്ന ഒരേ ഒരു ദുആ ഇതാ. ബാക്കിയുള്ള ദുആകളൊക്കെ ദുആർക്കാം മഹാനവറുകൾ പറയുന്നത്. അപ്പം പറഞ്ഞതിൻ്റെ ആശയം എന്താ? ഖുർആൻ ഖത്മ് ചെയ്യുന്ന സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. ആ ദുആ പ്രാധാന്യമുള്ളതാണ്. അത് പിൻഗാമികളായ ആളുകൾ പൂർവികരിൽ നിന്ന് ഇങ്ങനെ പാരമ്പര്യമായി എടുത്തു പോകുന്ന ശീലമാണ്. അത് നിലനിർത്തേണ്ടതും പ്രാധാന്യം കൽപ്പിക്കേണ്ടതുമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുകയാണ്. അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഖറഅ, കാന തങ്ങളായിരുന്നു, ഇദാ ഖറഅ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്ത് ഓതിയാൽ, ഖുർആൻ ഇങ്ങനെ തലമുതൽ ഓതി വന്നു അവസാന സൂറത്തായ സൂറത്തു നാസ് ഓതിക്കഴിഞ്ഞാൽ ഇഫ്തതഹ മിനൽ ഹംദി, ഇഫ്തതഹ മിൻ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതായത് സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഹംദ് മുതൽ തങ്ങൾ ആരംഭിക്കും. സുമ്മ ഖറഅ മിനൽ ബഖറത്തി, പിന്നെ സൂറത്തുൽ ബഖറയിൽ നിന്ന് തങ്ങൾ ഓതും ഇലാ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്നതുവരെയുള്ള 5 സൂക്തങ്ങൾ ഓതും. സൂറത്തു നാസ് ഓതിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. സൂറത്തു നാസ് ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ നമ്മളിപ്പോൾ ഖത്മിൻ്റെ വിഷയമാണല്ലോ പറഞ്ഞു വരുന്നത്. അതങ്ങനെ ഓതിയിട്ട് അവസാന സൂറത്തു നാസ് അല്ലേ, ആ സൂറത്തു നാസ് ഓതിക്കഴിഞ്ഞാൽ പിന്നെ വേഗം ചെയ്യുന്ന പരിപാടി സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ 5 ആയത്ത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വരെയുള്ള ആ ആയത്തുകൾ ഓതും. സുമ്മ ദഅ ബി ദുആഇൽ ഖത്മ, അനന്തരം ഖത്മിൻ്റെ ദുആ ചെയ്യും. അപ്പം ഇന്നലെ നമ്മൾ ദുആ പറഞ്ഞിരുന്നല്ലോ, അത് ഇതിന് ശേഷമാണ് വേണ്ടത്. ഇതൊക്കെ ഓതിന് ശേഷമാണ് ദുആ. ശേഷം ഖത്മിൻ്റെ ദുആ ചെയ്യും. സുമ്മ ഖാമ, പിന്നെ തങ്ങൾ എന്ത് ചെയ്യും? എഴുന്നേറ്റു. ഈ ഖത്മ് ഓതുന്ന ആളുകൾ 4 രീതിയിലാണെന്ന് ഇമാം ദിമിയാത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇഅലം അന്നൽ ഖാതിമീന ലിൽ ഖുർആനി അലാ അഹ്വാലിൻ, ഖുർആൻ ഖത്മ് ചെയ്യുന്ന ആളുകൾ പല രീതിയിലാണ്. ചില ആളുകൾ ഈ സൂറത്തു നാസ് വരെ ആ നാസ് ഓതിക്കഴിഞ്ഞാൽ പിന്നെ വെറും ഇസ്തിഗ്ഫാർ മാത്രം ചെയ്യും. ഇസ്തിഗ്ഫാർ മാത്രം, അടുത്തൊരു ഖത്മ് ഓതലോ ദുആയോ ഭക്ഷണമൊന്നുമില്ല, അവിടെ അവസാനിപ്പിക്കും. വേറെ ചില ആളുകളുണ്ട്, അവർ ഈ സൂറത്തു നാസ് ഖത്മ് ഓതിക്കഴിഞ്ഞാൽ ദുആ ചെയ്യും. വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. വേറെ ചില ആളുകൾ ഇത് ഓതിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഖത്മിൽ ആരംഭിക്കും. ഇതേ രീതിയിൽ സൂറത്തു നാസ് ഓതിക്കഴിഞ്ഞാൽ ഫാത്തിഹ ഓതിയിട്ട് ബഖറയുടെ തുടക്കം ഓതി വെച്ചിട്ട് അടുത്ത ഖത്മിലും ആരംഭിക്കും. വേറെ ചില ആളുകൾ സൂറത്തു നാസ് ഓതിക്കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, സാധുക്കളായ ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കും. ഈ 4ഉം ജംഅ് ചെയ്യൽ സുന്നത്താണ്, നല്ലതാണ് എന്ന് ഇമാം ദിമിയാത്തി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവിലുള്ള വഴക്കം ഈ 4ഉം കൂടി ജംഅ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഖത്മ് ഓതിക്കഴിഞ്ഞാൽ അടുത്ത ഖത്മിൽ ആരംഭിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നബി തങ്ങളെ ചൊല്ലിയാണ് യുസന്നു ഇദാ ഫറഗ മിനൽ ഖത്മതി അയ്യശറഅ ഫീ ഉഖ്റാ അഖിബൽ ഖത്മി لحديث الترمذي وغيره أحب الأعمال إلى الله الحال والمرتحل. അല്ല, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ-ഇത്ഖാനിലും ഇമാം നബവി റളിയല്ലാഹു അൻഹു തിബിയാനിലൊക്കെ പറയുന്നു, ഒരു ഖത്മിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അടുത്ത ഖത്മിൽ ആരംഭിക്കുക പറഞ്ഞാൽ ഉടനെ, നേരത്തെ മറ്റൊരു ഖത്മിൽ നിന്ന് അവസാനിച്ചല്ലോ, ഉടനെ അടുത്ത ഖത്മിൽ ആരംഭിക്കൽ സുന്നത്താണ്. ഫഖദ് ഇസ്തഹബ്ബഹു സലഫു,
അത് മുൻഗാമികളായ ആളുകൾ സുന്നത്താക്കിയിരിക്കുന്നു, സുന്നത്തായി കണ്ടിരിക്കുന്നു. വഹ്തജ്ജു ഫീഹി ബി ഹദീസി അനസ് റളിയല്ലാഹു അൻഹു, അവരതിനെ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ലക്ഷ്യം പിടിച്ചിരിക്കുന്നു. എന്താ അത്? നബി തങ്ങൾ പറഞ്ഞു, ഖൈറുൽ അഅമാലി അൽ ഹല്ലു വറിഹ്ലാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല അമൽ പറഞ്ഞാൽ ഹല്ലും റിഹ്ലയുമാണ്. ഇറങ്ങുക പോവുക. ഖത്ം ഓതിയിട്ട് സൂറത്തുന്നാസിൽ ഇറങ്ങി അടുത്ത ഖത്മിൽ പ്രയാണം ആരംഭിച്ചു ബുധനെ. വഹുമ, അപ്പം നബി സ്വഹാബത്ത് ചോദിച്ചു, എന്താണത്? ഇഫ്തിതാഹുൽ ഖുർആനി വ ഖത്മുഹു, ഖുർആൻ ഓതലും അത് ഖത്മ് ചെയ്യലും, ഖുർആൻ ആരംഭിക്കലും അത് ഖത്മ് ചെയ്യലും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അതാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ ഖത്ം വഴങ്ങുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണത്? ഈ അവസാനം ഇത് ഓതില്ല, അതല്ല വേറെ കുറേ സൂറത്ത് ആവും ഓതണ്ടെന്നല്ല, അവിടെ വേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്ത്? നാസ് ഓതിക്കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ, പിന്നെ അൽ ബഖറയുടെ 5 ആയത്ത്, അത് ഈ ഖത്മ ആരംഭിക്കുക, അതിന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടുത്തെ തന്നെ ചർച്ച അതാ കണ്ടോ. ഇമാം ഇബ്നുൽ ജസരി പറയാണ്, വസ്വാറൽ അമലു അലാ ഹാദാ ഫി അംസ്വാരിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ സർവ്വ നാടുകളിലും അവരുടെ കർമ്മം ഇതായി തീർന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഹത്താ ലാ യകാദു അഹദുൻ യഖ്തിമു ഇല്ലാ വയശ്റഉ ഫിൽ ഉഖ്റാ, ഏതൊരാൾ ഖുർആൻ ഖത്മ് ചെയ്താലും അയാൾ അടുത്തതിൽ ആരംഭിക്കും. അതാണ് പതിവ്. സവാഉൻ ഖതമ മാ ശറഅ ഫിഹി അംലം ഔലം യഖ്തിമുഹു, അയാൾ തുടങ്ങി വെച്ചത് ഇനി പൂർത്തീകരിക്കട്ടെ പൂർത്തിയാക്കാതെക്കട്ടെ. ഇപ്പം നമ്മൾ ഫാത്തിഹയും ബഖറയും ഓതി തുടങ്ങിയല്ലോ, അത് അയാൾ പൂർത്തീകരിച്ചാലും വേണ്ടില്ല പൂർത്തീകരിച്ചാലും വേണ്ടില്ല, അയാൾക്ക് അത് ഉദ്ദേശം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. അതൊരു ഖത്മിൻ്റെ സുന്നത്താണ്, ഖത്മിൻ്റെ സുന്നത്താണ്. അതൊരു അനുവദനീയ സുന്നത്തായ കാര്യമാണ്. പൂർത്തീകരിച്ചില്ല പ്രശ്നമൊന്നുമില്ല. ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ ഓതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അപ്പോൾ സൂറത്തുൽ ഖത്മുമായ ഖുർആൻ ഖത്മ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 6 അദബുകൾ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞത് സവിസ്തരം നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് ധാരാളം ഖത്മ് ഓതി തീർക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. കർമ്മങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ ആവശ്യമായ അറിവും ഓർമ്മയുമൊക്കെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.